പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടം വരെ എത്തണമെങ്കിൽ അതിന് കുറേ നടന്നിട്ടുണ്ട്. അത് ആദ്യം മുതൽ നിങ്ങൾ ഇവിടം വരെ കണ്ടിട്ടോ. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ എന്തൊട്ടാ തൊടുപുഴ റോഡ് കയറുന്ന ഇപ്പം എവിടെങ്ങാണ്ട് ഇപ്പം എത്തിയേക്കാണ്. ഞാൻ പറഞ്ഞില്ല, രാവിലെ എണീച്ചാൽ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ഉഷാറില്ല. അത് എവിടെ പോയാലും അങ്ങനെ തന്നെ. പട്ടി കൊടുക്കാൻ പട്ടി സുഖമല്ലടാ. ചായ കുടിക്കുക ഉഷാറോട്ടെ. നിന്റെ വെള്ള ഡ്രസ്സാ കറയെ പോലും ഉള്ള കാര്യം പറഞ്ഞു. നിന്നെ ഷർട്ട് എടുത്തില്ല ഇപ്പൊ? ഞാൻ ടീഷർട്ട് എടുത്തു. എനിക്കൊരു മാറ്റണമെന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ മാറ്റാം. വെള്ളം ഇട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഞാൻ ഉറക്കം വേണ്ട വന്നു അവിടെ വെച്ചാൽ ആ പടവും പോയി കൊടുത്തോണ്ട് ഞാൻ തൂങ്ങിപ്പോയാ. ഗൈസ്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ച വീഡിയോ ഇല്ല, അതൊരു വെള്ളച്ചാട്ടമായിരുന്നു. പക്ഷെ വേനൽക്കാലം ആയതുകൊണ്ട് നന്നായിട്ട് പറ്റി തുടങ്ങിയാണ്. ഇത് പാറമണയുടെ ഗൈസ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അതിപ്പം അങ്ങോട്ട് കയറാനുണ്ട്. അധികം വാട്ട് എ വ്യൂ മാൻ. ഇതിപ്പോൾ ഏകദേശം 6 മണി ആയി. 6 മണിയായിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് കോട അങ്ങോട്ട് നിറഞ്ഞ് നിൽക്കുന്നത്. ഒരു കുരങ്ങനെ കാണാൻ ഈ കുരങ്ങനെ ഷെയ്ക്കാൻ്റെ എടുക്കാറ്. രണ്ട് കേസ് എന്ത് വ്യൂ അല്ലേ. നമുക്കിനി നേരെ മുകളിലേക്ക്. ഇനി അങ്ങോട്ടേക്ക് ഒരു 50 കിലോമീറ്റർ ഉണ്ട്. 30 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. ലെറ്റ്സ് ഗോ ടു അടുത്ത സ്ഥലത്തേക്ക്. സൺറൈസ് നോക്കൂ, എന്നൊരു ബ്യൂട്ടിഫുൾ ഗീസ്. ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചേട്ടന്മാരൊക്കെ കാറിലും കന്ന് എല്ലാവരും പിക്കൊക്കെ എടുത്തിട്ട് പോകണം. എൻ്റെ മോനെ, ഇതാണ് ബ്യൂട്ടിഫുൾ മോർണിംഗ്. ദാറ്റ്സ് എ മോർണിംഗ് ഓഫ് ദ ലൈഫ്. എന്താ ഇത്ര ഒച്ച പറഞ്ഞ ഗീസ്. പറഞ്ഞ് മനസ്സ് നിറയിക്കുള്ള ഗീസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ മോർണിംഗ്. ഇപ്പോൾ സമയം 6:45. എൻ്റെ ഒക്കെ അവിടെ 6:45. അതായത് വീട്ടിലൊക്കെ ആ സമയത്ത് ഞാൻ ഇനി മുമ്പത്തെ വീട്ടിലത്തെ സമയത്ത് സൺറൈസ് കാണാൻ പറ്റിയിട്ട് രാവിലെ പറ്റിയില്ല ഗീസ്. സോ അതുകൊണ്ട് ഇന്ന് കണ്ടപ്പോൾ സൂര്യൻ ഞാൻ നേരിട്ട് നിൽക്കണ പോലെ നല്ല ഫീലിംഗ് ഗീസ്. കണ്ടോ വൈബേ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് വാഗമണിൽ എൻ്റെ പൊന്നോ, ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് വാഗമണിൽ മുട്ടപ്പാറ പിന്നെ തങ്ങൾപ്പാറ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിൽ കയറാണ്ട് എല്ലാവരും ട്രാവലറിൽ ട്രിപ്പിന് നോക്കണം ഗൈസ്. കുറേ നമ്മാറിൻ്റെ മൂത്രത്തിന് മണം ഒന്നതല്ല മണമുണ്ട്. യെസ് ഗൈസ്, നമുക്കിനി എവിടെ പോകണ്ടേ? എവിടെ പോകണ്ടേ? എവിടെ പോവും? എവിടെ പോകണ്ടടാ പറഞ്ഞത് എൻ്റെ
ഇവിടുന്ന് പോകാൻ തോന്നുന്നു. നല്ല വൈബ് കണ്ടോ, ആ സൺറൈസും എല്ലാം കൂടി ചേർത്തിട്ട് നല്ല കിടുക്കാച്ച ആയിട്ടുണ്ട്. A few minutes later. നോക്കിയാടാ ഇവര് നമ്മൾ നേരത്തെ കണ്ട ഒരു വാഗമൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വാഗമണ്ണ് ഒരു 85 കിലോമീറ്റർ സ്ഥലം. അവിടെ ഇങ്ങനെ എടാ എനിക്ക് വായില് പറ്റില്ല കേസ്, എൻ്റെ പൊന്നു കേസ്. സത്യം പറയുകയാണെങ്കിൽ എന്ത് പറയണ്ടേന്ന് അറിയാൻ പാടില്ല. അതായത് നമ്മൾ ഈ ഫ്രിഡ്ജ് തുറക്കൂല്ലേ, ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒരു മഞ്ഞ പുക പോട്ടെ വെളുത്ത പുക വരില്ലേ, അത് ഇങ്ങനെ തണുത്ത കാറ്റ് വീശി അതുപോലെ കേസ് കോട വന്നത്. എൻ്റെ പൊന്നോ, എനിക്ക് ഈ സമയത്ത് മറ്റേ ഡയലോഗ് ഓർമ്മ തന്നെ. കേസ് ഇതാണ് സ്വർഗം, ഇതാണ് കേസ് എൻ്റെ സ്വർഗം, സിംഗിൾ മച്ചൻ്റെ സ്വർഗം. വാവ്, ഇതൊന്നും കാണാതെ നമ്മൾ എങ്ങോട്ട് പോയി ചാടി പറഞ്ഞിട്ട് കാര്യമില്ല കേസ്. അവനെന്താ കേസ്, എനിക്ക് ഞാൻ ഇവിടുന്ന് വലിയ ഷോർട്സ് ഒക്കെ എടുക്കട്ടെ, നല്ല വൈബും ഞാൻ. നിന്നെ കാണാൻ പറ്റില്ല. ഗേസ്, അതായത് ടൈം നമ്മൾ എന്നിട്ടാ അവിടുത്തെ വീട്ടിലത്തെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നല്ല ചൂടുള്ള സമയം. അതായത് ഇപ്പം കേരളത്തിൽ മൊത്തം ചൂടത്ത് ഇപ്പം നിൽക്കണേ. ബട്ട് ഇന്ന് എന്തെന്ന് പ്രത്യേകിച്ച് എന്താന്ന് അറിയാൻ കേസ്. അയ്യോ നോക്കൂ, ചേട്ടനൊക്കെ ചാറ്റുന്നിട്ടുണ്ട്. ചേട്ടാ ബൈ ബൈ. മോനെ വൈബും കൂടെ നോക്ക്. ആ മൊണ്ണനെ കൊണ്ട് ഞാൻ അവൻ്റെ ശല്യം കേസ്. അവൻ അതിൻ്റെ പൊക്കത്തേക്ക് കയറിയിട്ട് അവിടെ നിന്ന് വ്യൂ പോയിട്ട് അങ്ങ് കണ്ട്. ഇതൊക്കെയാണ് കേസ്. കോട ഇങ്ങനെ കൂടുതലായിട്ട് കയറി വരാണ്. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ കോട കൂടി വരാണ്, ടൈം കൂടുന്നത്. ഞങ്ങളിപ്പോൾ അവിടുന്ന് സൺറൈസ് കണ്ടിട്ട് വന്നിട്ട് ഇപ്പം ഇങ്ങനെ കയറി വന്നപ്പോൾ ഒന്ന് ഉദയം കണ്ട റോഡൊക്കെ മൂടുന്നു. അറിയാ നമുക്കിവിടുന്ന് എസ്കേപ്പ് ആവണം, അല്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റുക. എന്ത് ഇത്ര നേരം ഇവിടെ തേയിലത്തോട്ട് കണ്ടുകൊണ്ടിരുന്ന ഇവിടെ നോക്കിയേ, ഒന്നും കാണാൻ പറ്റില്ല, ഒന്നും. ഞാൻ മേളിൽ കയറണമെന്നുണ്ടായിരുന്നല്ലോ. കേറാ ഇല്ല ഇല്ല, പെട്ടെന്ന് ഏസ് എനിക്ക് ഈ മലയുടെ മുകളിൽ കയറാം. എടാ ഈ ഉള്ള മലയുടെ മുകളിൽ കയറി ആ പാറയുടെ മുകളിൽ കയറാൻ കുറച്ച് ആണോ? ട്രൈ ചെയ്യാം. കേറടാ, ഞാൻ കേറും. യെസ്, എന്റെ അളിയ വൈബടാ. ചെറുതായിട്ട് വൈബാണ് ഗൈസ്. ഗൈസ് ഇപ്പോഴത്തെ സമയം എന്ന് പറയുമ്പോൾ 7:18 ഞാൻ സമയം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചു കോട കാണാൻ പറ്റും. ഇവിടെ ഇരിക്കട്ടെ, കോട കാണാൻ പറ്റും, പിന്നെ
നോക്കി മൊത്തം കോടോട് നിറഞ്ഞിരിക്കുക. തണുത്ത് വിറങ്ങലിക്കുന്നു. എനിക്ക് ഈ ഡ്രസ്സൊന്നും മതി. ഇത് ഇട്ടുണ്ടെന്ന് നട്ട് 2-3 ദിവസമായി. പെരുന്നാളിന് രാവിലെ ഇട്ടതാ. ഇതൊരിട്ട് ഊരിയിട്ടില്ല ഗീസ്. ഇനിയിപ്പോൾ ഒരു ഡ്രസ്സ് ഞാൻ വന്നിട്ടുണ്ട് ഫുൾ കേടെ. നല്ല തണുപ്പ്. അവനവിടെ നിന്ന് കാണാൻ പറ്റുള്ള. സൂര്യൻ വന്നു തുടങ്ങി. സൂര്യമുഖ ഇനിയൊരു പുതിയ മുഖ ആട് ചെയ്തു അങ്ങനെയല്ലേ പറഞ്ഞ പോലെ. സൂര്യൻ പിന്നെയും പറഞ്ഞു ഗൈസ്. നമുക്കിനി താഴത്തേക്ക് ഇറങ്ങാം. എന്തായാലും എനിക്ക് കുറേ വീഡിയോസ് എടുക്കാൻ എനിക്ക് കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല ഗൈസ്. ഇത് ഞങ്ങൾ അവിടെ നിന്നാണ് കോടയുടെ വായ്മാരെ കൊണ്ട് അവിടെ നിന്നാണ് കോടയുടെ ഇതൊക്കെ എടുത്ത് തുടങ്ങിയത്. എന്നിട്ട് ഇപ്പോൾ ഇതിവിടെ കയറി വൈബ് ഇറങ്ങാൻ നേരത്ത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആരോമല നിൻ്റെ ചെറുപ്പടാ അത്. ആ ഭാഗത്തു നിന്നൊക്കെ കോട പോയി തുടങ്ങിയിട്ടുണ്ട്. കാരണം സൂര്യൻ വന്നു തുടങ്ങി. എന്തായാലും സൂര്യൻ ഇത്രയും നേരം ഞങ്ങളെ സഹായിച്ചത് താങ്ക് യു സൂര്യ. ചുക്കി മരിച്ച് അവിടെ വന്ന് പറഞ്ഞില്ല മതി. പിന്നെ മഞ്ഞൂടി. പക്ഷെ സൂര്യൻ മഞ്ഞ് ഇത് കണ്ടോ, മഞ്ഞൊക്കെ ഇപ്പോൾ ഓടിപ്പോണോ. പുതിയ മുഖ ഇനിയൊരു പുതിയ മുഖ. ചിത്രശേഖം പറഞ്ഞു നോക്കൂ. സൂര്യമുഖ ഇനിയൊരു പുതിയ മുഖ. ഇവിടെ ഇച്ചിരി പാടാൻ പറ്റിയ പാട്ട് ഏതാണ് പാട്ട്? നീലാകാശമീ. സൂര്യൻ വന്നു. ഹലോ സൂര്യ, എത്ര നേരം നോക്കിയിരുന്നു? വേർ ആർ യു ഗോയിങ്? സൂര്യമുഖ ഇനിയൊരു സൂര്യമുഖ, പുതിയ മുഖ, ഇനിയൊരു പുതിയ മുഖ. ഗൈസ്, ഇത്രയും നേരം നമ്മുടെ സൂര്യൻ സഹിച്ച്, അതായത് ഇത്രയും നേരം അതിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ച് കയറുന്നു. കുറേ കോടയും കണ്ടു. സത്യം പറഞ്ഞ കോട കാണുമെന്നൊന്നും വിചാരിച്ചില്ല സൂര്യൻ കയറുകൊണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. നല്ല കുറേ വീഡിയോസ് എടുക്കാൻ പറ്റി. വൈബ് പറഞ്ഞു. പിന്നെ കുറേ കാറിലും ബൈക്കിലൊക്കെ പോകണ ചേട്ടന്മാർ ടാറ്റയും തന്നു. എന്തായാലും വൈബ് പറഞ്ഞു ഇന്നത്തെ ദിവസം. എനിക്ക് ഈ ഡ്രസ്സൊന്നും പറ്റില്ല. ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മുമ്പ് പോയാൽ നല്ല രീതിയിൽ ചെളിയാവും. ഒന്നാമത് വൈറ്റാണ്. ഞാൻ ബനീനെടുത്തിട്ടുണ്ട്, അതെടുത്തൊന്ന് ഇട്ടെ. കണ്ടോ എൻ്റെ പ്യൂമണ ബോഗു. ഇതാണ് പെരുന്നാളിന് വേറെ എടുത്ത പുതിയ ടീഷർട്ട്. എന്തായാലും ഇനി ഇവിടെ നിന്ന് പോവാം. നെക്സ്റ്റ് സ്റ്റോപ്പ് പിടിക്കാൻ വേണ്ടി. ബാഗ് ഒന്ന് പൂട്ടിക്കട്ടെ. ലെറ്റ്സ് ഗോ ടു എങ്ങോട്ടാ? വട്ടപ്പാറയാ, കുട്ടപ്പാറയാ, ഏതായാലും ഏതിനും പാറയിലേക്ക് പോവാം. നല്ല വിശക്കുന്നു. Come on guys, let's go.